ഹലോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താ പറയുക, ഇന്നൊരു വെറൈറ്റി ഇൻട്രോയൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളൊക്കെ എന്നോട് പറഞ്ഞില്ലേ ഇനി അടുത്ത വീഡിയോയിൽ മുഖം കാണിക്കണം മുഖം കാണിക്കണം മുഖം കാണിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് അതിന് വേണ്ടിയിട്ട് തന്നെ വന്നിരിക്കുകയാണ്. നിങ്ങളെയൊക്കെ എൻ്റെ മുഖം ഒന്ന് കാണിക്കാം. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും ഞാൻ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരിയൊന്നും അല്ല കേട്ടോ. അത് ആദ്യം തന്നെ പറയുക. പിന്നെ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ അല്ല സോറി, എന്താ പറയുക, എന്താ എല്ലാം അങ്ങ് മറന്നു പോവുക. അപ്പോൾ രാവിലെ ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു 10 മണിയായി കാണുമെന്ന് തോന്നുന്നു. 10 മണിയായി, ഇവിടെ 10 മണിയായേ. അപ്പം ഞാനിന്ന് ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റത്. പിന്നെ അതുകൊണ്ട് സോറി, ഇപ്പോൾ വരുന്നേ, ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഇഡ്ഡലിയാണേ. അപ്പം ഇഡ്ഡലിയും സാമ്പാറും വെക്കാമെന്ന് വിചാരിച്ച് വലിയ ഒത്തിരി പീസ് എന്താ കഷ്ണം അതൊന്നും ഇല്ല കേട്ടോ. ഇച്ചിരി തക്കാളിയും ഒരു ടൊമാറ്റോ, സോറി, എല്ലാം എല്ലാം അങ്ങ് തെറ്റിപ്പോവാണല്ലോ. ഉരുളക്കിഴങ്ങും പിന്നെ അങ്ങനെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളൊക്കെ ഉള്ളു കേട്ടോ. ഇഡ്ഡലിക്കല്ലേ, അത് സാരില്ല. അപ്പം അങ്ങനെ മതി. എനിക്ക് കൂടുതൽ കഷ്ണങ്ങളൊന്നും ഇടുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അപ്പം നമ്മൾ സാമ്പാറും വെച്ച് ഇഡ്ഡലിയൊക്കെയാണ്. ഇഡ്ഡലി മാവ് വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ അരച്ചതൊന്നുമല്ല, മാവ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ ഒരു ചായ ഉണ്ടാക്കി കുടിക്കുക. ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ എപ്പോഴും ചായ കുടിക്കണം. അത് ഭയങ്കര എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഈ ചായ. പിന്നെ അതെ, ഞാൻ രാവിലെ ഭക്തിഗാനമൊക്കെ വെച്ചിരിക്കുമായിരുന്നു. നമ്മുടെ വിഷു അല്ലേ, അപ്പം കൃഷ്ണൻ്റെ ഭക്തിഗാനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ കേട്ടോണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇനിയും കുറേ ജോലികളുണ്ട്. നിങ്ങളൊക്കെ വിഷുവിന് സദ്യയൊക്കെ ഉണ്ടാക്കുമോ? സദ്യ കണിയൊക്കെ വയ്ക്കുന്നുണ്ടോ എല്ലാവരും? ഞാനും ചെറുതായിട്ട്, ഇവിടെ പൂവൊന്നും അങ്ങനെ മഞ്ഞപ്പൂവല്ല, എന്താ കണിക്കൊന്ന കിട്ടാറില്ലല്ലോ. കണിക്കൊന്ന ഇവിടെ കിട്ടില്ല. അപ്പം നമ്മൾ മഞ്ഞപ്പൂവും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. മഞ്ഞപ്പൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഡാഫഡിൽസോ പിന്നെ ഈ ജമന്തി പോലത്തെ ജമന്തി പൂ അങ്ങനത്തെയൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇന്നലെ കടയിൽ പോയി കുറേ കടകളിലെല്ലാം തപ്പി. കുറേ കടകളിലെല്ലാം ഈ മഞ്ഞപ്പൂവിന് വേണ്ടിയിട്ട് ഭയങ്കര വിലയാണ് കേട്ടോ. പിന്നെ ആദ്യം ഞാൻ വേറെ ഒരെണ്ണം, ഒരു വെള്ള ജമന്തിയും വെള്ളയും മഞ്ഞയും കളറുള്ളത് ആദ്യം ഞാൻ എടുത്ത്. പക്ഷേ അത് കഴിഞ്ഞ് നോക്കിയപ്പം ഈ മഞ്ഞ തന്നെ ഇരിക്കുന്നു ജമന്തി. അപ്പോൾ അതിങ്ങനെ ചട്ടിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വന്നു. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി. അങ്ങനെയാണ് എല്ലാ വർഷവും കണി വെക്കുന്നത്. ഈ മഞ്ഞപ്പൂ ഡാഫഡിൽസിൻ്റെയൊക്കെ വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ട്യുലിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മഞ്ഞപ്പൂ വയ്ക്കും. അങ്ങനെയാണ് കണി എല്ലാ വർഷവും വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊക്കെ കണിക്കൊന്നയൊക്കെ കിട്ടിയോ? എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ, ഈ സദ്യ ഉണ്ടാക്കാനും വിഷുക്കണി വയ്ക്കാനും ഒക്കെ. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഇൻട്രോ എടുക്കുന്നത് കാരണം വലിയൊരു തപ്പല കേട്ടോ. എന്ത് പറയണോ എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ എൻ്റെ മുഖം കാണിച്ചതേ ഉള്ളൂ. ഇപ്പം എൻ്റെ മുഖമൊക്കെ കണ്ടല്ലോ. പിന്നെ വിശേഷങ്ങളൊക്കെ പിന്നെ പോകെ എല്ലാം ഞാൻ പറഞ്ഞുതരാം. എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ, എൻ്റെ ഫാമിലി, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങോട്ട് പോകട്ടെ.
പിന്നെ വേറെ എന്താണ്? അപ്പോൾ ഞാൻ സാമ്പാറിനൊക്കെയുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ കേട്ടോ. രാവിലെ പതിവ് പോലെ നല്ല വെയിലൊക്കെ ഉണ്ട്. ഇത് കാലാവസ്ഥയൊക്കെ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഇച്ചിരി വെയിലും തണുപ്പൊക്കെ ഇച്ചിരി കുറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങോട്ട് കുഴപ്പമില്ലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആളുകൾ രാവിലെ നടക്കാനും അപ്പോൾ എനിക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. വിഷു ആയതുകൊണ്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒക്കെ വെക്കണ്ടേ. അപ്പം ഞാൻ ഹൂവറെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒന്ന് എല്ലായിടും ഒന്ന് ഹൂവർ ചെയ്യണം. സോറി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പം ഞാൻ കുക്കറിൽ കുറച്ച് പരിപ്പും സവാളയും പച്ചമുളകും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൗണ്ടാണ് മുമ്പേ കേട്ടത്. അപ്പോൾ ഇനിയും കുറച്ച് പൊട്ടറ്റോ ഉണ്ട്. കയ്യിലൊരു ഹെയർ ബാൻഡ് കിടക്കുന്ന കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ ഈ താഴെ ഇതെല്ലാം ഒരു പേപ്പർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ബസ്സിലൊക്കെ പോകുമ്പോഴേക്കും അതിന് ബസ്സിലുണ്ട് പേപ്പർ, ന്യൂസ് പേപ്പർ. നമുക്കിങ്ങനെ എടുക്കാം, പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പം ഞാൻ ആ പേപ്പർ എടുക്കും. എന്തിനാണെന്നറിയാമോ? ഇങ്ങനെ ഇവിടെ ഇടാനായിട്ട്. അപ്പം നമ്മളുടെ ഈ ഇവിടം വൃത്തികേടാകത്തില്ല. ആ പേപ്പർ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അപ്പം ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ. നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കാണുമായിരിക്കും. പിന്നെ ഒരു ക്യാരറ്റ് മതി. ചെറിയൊരു സാമ്പാറാണ്. ഒരു ക്യാരറ്റ്. നമ്മുടെ തക്കാളിയും കൂടി ഇതിനകത്തൊന്ന് കഴുകിയിട്ട് കേടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ഓക്കെ. അപ്പം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടേ ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകാനായിട്ട് പരിപ്പൊക്കെ വേണ്ടി അത് വേറെ ഒരു സൈസ് പരിപ്പായിരുന്നേ. അതുകൊണ്ടാണ് പരിപ്പ് ആദ്യം വേവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഇടത്തേ ഉള്ളൂ. അപ്പോൾ മഞ്ഞപ്പൊടി ഉണ്ടോ? എനിക്ക് നാട്ടിൽ നിന്ന് ഒരാളുണ്ടെന്ന് അവരുടെ വീട്ടിൽ ഞാൻ അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഇത് പുറത്ത് ഉണങ്ങി പൊടിച്ചെടുക്കുന്ന മഞ്ഞപ്പൊടി ചെയ്ത് നാച്ചുറൽ മായൊന്നും ചേരാത്ത നല്ല മഞ്ഞപ്പൊടി. അപ്പം പുളി വെള്ളത്തിലാൻ മറന്നു പോയായിരുന്നേ. നമുക്ക് പെട്ടെന്ന് കെറ്റിലിനകത്തേക്ക് വെള്ളം തിളപ്പിച്ച് പെട്ടെന്ന് ഇത് നാട്ടിൽ നിന്ന് ഇടുന്ന വാളംപുളിയാണ്. നിങ്ങളുടെ വീട്ടിലാണ്, നിങ്ങളുടെ വീട്ടിലെ വാളംപുളിയാണ്. അപ്പോൾ ഇത്രയും മതിയായിരിക്കും. ഓക്കെ, അത് നമുക്കൊന്ന് ചൂടുവെള്ളത്തിലേക്ക് ഇടാം. വെള്ളം തിളച്ചു. അപ്പോൾ കഷ്ണമൊക്കെ വെന്ത് വരുമ്പോഴേക്കും പുളി നല്ല പരുവായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ മുഖം കണ്ട് ഇനി പറയാം, അയ്യോ ചേച്ചി, അയ്യോ അമ്മ, ഇനി മുഖം കാണിക്കരുതേ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ മുഖം കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കാൻ പോവാ ഇനി ഒക്കെ. ഓക്കെ, അപ്പോൾ ഇനി എന്താ, നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവട്ടെ. അപ്പോൾ അതുവരെ ഞാനൊരു പാട്ട് പാടി നിങ്ങളെ അങ്ങ് ബോറടിപ്പിച്ചാലോ? മുഴുവനൊന്നും അറിയില്ല കേട്ടോ, ചുമ്മാ അടുക്കളയിലൊരു മൂളിപ്പാട്ട് അതൊക്കെ പാടും. അടുക്കളയിൽ നല്ല പാട്ടുകാരിയാണ് ഞാൻ. അപ്പോൾ ചുമ്മാ കുക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ
ചുമ്മാ ഇങ്ങനെ പാട്ടൊക്കെ പാടി. അപ്പോൾ വിഷുവൊക്കെ ആയിട്ട് കൃഷ്ണൻ്റെ തന്നെ ഒരു പാട്ട് പാടാം അല്ലേ, ഗുരുവായൂരപ്പൻ്റെ ഒരു പാട്ട് പാടാം. 1-2 വരിയൊക്കെ അറിയുള്ളൂ കേട്ടോ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ തെറ്റിപ്പോയി. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. അപ്പോൾ ഓക്കേ. അപ്പോൾ നമുക്ക് കഷ്ണമൊക്കെ വെന്തു. സാമ്പാറിൻ്റെ നമുക്കില്ലേ, നമുക്കെന്താ ഇച്ചിരി വെളിച്ചെണ്ണയിലായിരുന്നു കടുക് വറുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയെല്ലാം എന്ത് ചെയ്യും, നല്ല കട്ടയായിട്ടിരിപ്പുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അത് കുറച്ചെടുത്ത് ഞാൻ ഡോറൊന്ന് അടയ്ക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഡോറടച്ചില്ലെങ്കിലേ അലാം അടിക്കും. അടുത്ത് ഞാൻ ചിലപ്പോൾ തീയൊക്കെ കൂട്ടി വെച്ച് ആവുമ്പോഴേക്കും ഇത് അലാം അടിക്കും, പിന്നെ അവർ വിളിക്കും. ഇതൊക്കെയാ കാര്യങ്ങൾ ഇവിടുത്തെ. അപ്പോൾ നമുക്ക് ആ എണ്ണയൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ തന്നെ എടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ അതോടെ അവിടെ തന്നെ ഇരിക്കും. ഓക്കേ, അപ്പോൾ എടുക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ എടുത്ത് അതായത് സ്ഥാനത്ത് വെച്ചേക്കാമെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്കിനി കടുക് ഇവിടെ എണ്ണയൊക്കെ ചൂടായി. കടുകിട്ടു. ഇതൊക്കെ നിങ്ങളോർക്കും നിങ്ങളെന്തിനാ ഇതൊക്കെ കാണിക്കുന്നതെന്നല്ലേ, ഞങ്ങൾക്ക് അതൊക്കെ കടുക് വറക്കാൻ അറിയാൻ വയ്യേ. അപ്പം ഉലുവ കണ്ടോ, ഉലുവയാണ്. അപ്പോൾ ഇച്ചിരി ഉലുവയും കൂടെ ഇടാം. വിൻഡോയും കൂടെ ഒന്ന് തുറന്നിട്ടേക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഉലുവയും കടുവും ഇട്ടു. ഇച്ചിരൂടെ ഒന്ന് ചൂടാകാനുണ്ടായിരുന്നു. ഇതാ ഞാൻ പറയുന്നത്, എനിക്ക് ഒട്ടും പേഷ്യൻസ് ഇല്ലാന്നേ. എല്ലാം പെട്ടെന്ന്. അപ്പോൾ ഓക്കെ, കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി തുറന്ന് വെച്ചേക്കാം.
അല്ലെങ്കിൽ പിന്നെ കടുക് ഉലുവയൊക്കെ പൊട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് ചെറിയുള്ളി ഇല്ലായിരുന്നു കേട്ടോ, ഞാൻ ഇച്ചിരി സവാള, ഇതൊക്കെ കടയിൽ പോകുമ്പോൾ മറന്നു പോകുന്നേ മേടിക്കാൻ. അപ്പോൾ ഇത് സവാള ഇട്ടു. പിന്നെ വേറെന്താ, ഇച്ചിരി ഉണങ്ങിയ കറിവേപ്പിലയുണ്ട്, ഫ്രീസറിലുണ്ട്. അപ്പോൾ അതും കൂടി ഇടാം. ഉണ്ടോ, ഫ്രീസറിനകത്ത് നല്ല ഭദ്രമായിട്ട് ഉണങ്ങി വെച്ചിരിക്കുക. അതിന് വലിയ ഗുണവും മണമൊന്നുമില്ല, എന്നാലും കറിവേപ്പില എന്നൊരു പേര്. ഇനി നമുക്ക് ഉണക്കമുളക്, വറ്റൽ മുളക്, അപ്പോൾ അതും കൂടെ ഇട്ട് കാണുന്നുണ്ടോ നിങ്ങളൊക്കെ? എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടേക്കണം കേട്ടോ. എല്ലാവരും എന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്തേക്കണം. അല്ലെങ്കിൽ എല്ലാം അടി മേടിക്കും. വീഡിയോ കാണുകയും ചെയ്യണം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. അപ്പോൾ എനിക്കും കുറേ സബ്സ്ക്രൈബേഴ്സും കുറേ മക്കളും കൂട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വലിയ കണ്ടൻറ്റും കാര്യങ്ങളും ഒന്നും കാണത്തില്ല, എന്നാലും ഒരു രസം. എനിക്കും ഒരു നേരം പോക്ക്, നിങ്ങൾക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു നേരം പോക്ക് തന്നെയല്ല. അപ്പോൾ നമ്മുടെ ഏകദേശം അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും കൊടുട്ടെ, പിന്നെ മുളക് പൊടി. ഓക്കെ, നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഓക്കെ, അല്ല ഇതൊന്ന് മാറ്റി വെച്ചേക്കാവേ, അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തീ കൊണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്കത് ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഞാൻ പല രീതികളിലുമൊക്കെ വെക്കും കേട്ടോ, എനിക്ക് തോന്നുന്ന പോലെ. ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുക്കറിനകത്തിട്ട് ഒറ്റ ഒരു സാമ്പാർ പൊടിയാണെങ്കിൽ സാമ്പാർ പൊടി, അല്ലെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ആണെങ്കിൽ അങ്ങനെ എല്ലാം കൂടെ ഒറ്റ ഒരു ഇതിന് അങ്ങനെ ഇടും. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഇതിനകത്തോട്ട് അങ്ങ് ഇട്ടാൽ മതി. ഓക്കെ, ഞാൻ വാരുമൊക്കെ അടിച്ചടിച്ചടിച്ച് സമയം എത്രയായെന്നറിയാവോ? ഇതുവരെ കഴിച്ചില്ല. ബ്രഞ്ചായിട്ട് കഴിക്കാം അല്ലേ? അപ്പോൾ
രാവിലത്തെ ഉച്ചക്കത്തെയും കൂടെ ആവുമല്ലോ. ഇനി അതിന് പിന്നെ ഞാൻ ഇനി ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ. കെറ്റിലിനകത്ത് തിളച്ച വെള്ളമുണ്ട്. സോ അതും കൂടെ അങ്ങോട്ട് ഒഴിക്കും. അയ്യോ, കായം ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എപ്പോഴേലും ഇട്ടാൽ മതിയല്ലോ അല്ലേ. കായവും കൂടി ഇടട്ടെ. എവിടെ കായം? കായം എവിടെ? കായം കിട്ടി. അപ്പോൾ കായം കൂടെ ഇടുക. ഈ സാമ്പാറിനകത്തൊക്കെ കായമൊക്കെ ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലല്ലേ, നല്ലൊരു ഇച്ചിരി കൂടുതൽ കായം ഇട്ടേക്കാം. എനിക്കിഷ്ടമാണ് കായത്തിൻ്റെ ആ മണവും ടേസ്റ്റും ഉള്ള. അപ്പോൾ കായം ഇട്ടു. ഇനി നമുക്ക് ഉപ്പും കൂടി ഇടാം. മതി. ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ ഇടാം. നമുക്ക് അതിനകത്ത് ഇട്ടേച്ച് നോക്കാം. ഞാനങ്ങോട്ട് ഒഴിക്കുവാണേ. എന്നിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നില്ലേ നിങ്ങൾക്ക്? അടിപൊളിയാ, അടിപൊളി സാമ്പാർ. നല്ല സ്മെല്ലുണ്ട് കായത്തിൻ്റെ. ഇനി ഉപ്പ് നോക്കാനുള്ള സമയമായി. കേട്ടോ, ശകല പുളിയും കൂടെ അങ്ങോട്ട് ഇട്ടാലോ. ഇച്ചിരി പുളിയും ഒരു ഇച്ചിരി ഉപ്പും കൂടെ വേണം. ഉപ്പിടാവേ, സ്പൂണിനകത്ത് ഇട്ടിട്ടിടാം. അല്ലെങ്കിൽ പിന്നെ അങ്ങ് കൂടുതൽ വീണു പോയിട്ടുണ്ടെങ്കിൽ എന്താ മണം. ചൂട് ഓക്കെ. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സാമ്പാർ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കണ്ടേ. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാം എൻ്റെ ഒത്തിരി 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 താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണുക, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഈ സംസാരിക്കുന്നത് ആരുടെയെങ്കിലും സംസാരമായിട്ട് സാദൃശ്യം ഉണ്ടെങ്കിൽ അത്
യാദർച്ഛികമല്ല, അത് മനഃപൂർവ്വം തന്നെയാണ്. ഓരോരുത്തരുടെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേന് അവരെ അനുകരിക്കുക ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ. ഇനി പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ അങ്ങോട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. അല്ല, സബ്സ്ക്രൈബേഴ്സ് വന്ന് സബ്സ്ക്രൈബ് ചെയ്യാനല്ല, എല്ലാ മക്കളും ഓടി വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോസ് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ വീണ്ടും ഇത് തന്നെ പറയുക. അപ്പോൾ ഓക്കേ. അപ്പോൾ ദേ ഇഡ്ഡലി മാവ് ഉണ്ട്. ഇഡ്ഡലി മാവ് നമ്മൾ ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇഡ്ഡലി നമ്മൾ റെഡിയാക്കിയിട്ട് ഞാൻ കഴിക്കുമ്പോൾ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ തേച്ച് ഇഡ്ഡലിത്തട്ടൊക്കെ റെഡിയാക്കി മാവ് ഉപ്പൊക്കെ ഇട്ട് വെച്ച്. ഓക്കെ. അപ്പം ഇങ്ങനെ തട്ടിലേക്ക് കോരി ഒഴിക്കുക. ഇനി അതുപോലെ ഒരു തട്ടൂടെ നമുക്ക് വെച്ചിട്ട്, അപ്പോൾ ഇഡ്ഡലിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് വേകുമ്പോഴേക്കും കുറച്ച് പാത്രങ്ങൾ കഴുകേണ്ടത്. ഇത് കണ്ടോ, ആ മഞ്ഞളിൻ്റെ കളറ് എത്ര സോപ്പിട്ട് കഴുകിയിട്ടും പോകുന്നില്ല. അപ്പോൾ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇത് കണ്ടോ, ഇത് ചൂടുവെള്ളം വരുന്ന ടാപ്പാണ്. ഇതിനകത്ത് ചൂടുവെള്ളം വരും. ഇതിനകത്ത് പച്ചവെള്ളം വരും, തണുത്ത വെള്ളം. ഓക്കെ. ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്ക് കഴുകാം, അല്ലാതെ പച്ചവെള്ളം ഭയങ്കര തണുപ്പാണ്. കിച്ചണിലെ വിൻഡോയിലെ കാഴ്ചകളൊക്കെ കണ്ട എപ്പോഴും കാണുന്നതാണ്, എന്നാലും അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകിയെല്ലാം വെച്ചു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി ഇച്ചിരി ഇഞ്ചിയൊക്കെ ഒന്ന് കറി വെക്കണമെന്ന് ഉണ്ട്. ഇനി അതിനുള്ള അതൊക്കെ ഇഞ്ചിയൊക്കെ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് കട്ട് ചെയ്ത് വറുത്ത് വരുന്നിടം വരെ ഉള്ള പണിയേ ഉള്ളൂ. ബാക്കിയൊക്കെ എളുപ്പം. ഇതൊന്ന് വറുത്ത് വരെ എടുക്കുന്നത് വരെ അപ്പോൾ വെക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇഡലിയൊക്കെ റെഡിയായിട്ടുണ്ട്. നോക്കട്ടെ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞി പോലത്തെ ഇഡലി. ഇത് കണ്ട. ഇനി ഞാനത് കഴിക്കട്ടെ. അപ്പോൾ ദേ നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഇഡലിയും സാമ്പാറും കണ്ട. അപ്പോൾ കഴിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വരാം കേട്ടോ. വേണ്ടവരൊക്കെ വന്നോളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 11:30 രാവിലെ 11:30 മണിയായി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒരുമിച്ച് കഴിക്കാം, ബ്രഞ്ചായിട്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും പറഞ്ഞത് മറക്കണ്ട. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. താങ്ക് യു.